ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് മിത്തു. ഞാനിന്ന് വന്നിരിക്കുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഡേറ്റ് വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞല്ലോ, നവംബർ 17-നാണ് അല്ലേ. ആ വീക്കിലേക്ക് എക്സാം കാണും. അപ്പോൾ ഇപ്പോൾ തന്നെ ഇനി സമയം നമ്മളുടെ കയ്യിൽ വളരെ കുറവാണ്. നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കൊള്ളുക. അപ്പോൾ ഏതൊക്കെ ഏരിയ ഫോക്കസ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇപ്പം നമുക്കറിയാം മാത്സ്, റീസണിങ് അല്ലേ, കുറച്ചും കൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് ആ ഒരു ഏരിയ കവർ ചെയ്താൽ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് നമുക്ക് മാത്സിലെ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനുണ്ട്. റേഷ്യൽ പ്രൊപ്പോർഷനിൽ ഒക്കെ ഉള്ള ഒരു ടോപ്പിക്കാണ് അതിനകത്ത്. അത് ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നോക്കിയേ, അത് വളരെ എളുപ്പമാണ്. അതായത് കുറച്ച് ആൾക്കാർ ചേർന്ന് ബിസിനസ് ചെയ്യുന്നു അല്ലെ. ആ ബിസിനസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ എത്രയോ വർഷങ്ങൾ കഴിയുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് എങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നതിന് മുന്നേ ഞാൻ അതിന്റെ ഒരു ഇക്വേഷൻ എന്ന് പറയാൻ ജസ്റ്റ് ശ്രദ്ധിച്ചേരും. അപ്പം 3 പേരെന്ന് ഞാൻ പറയുന്നു, ABC. ഈ 3 പേര് ചേർന്ന് ഒരു ബിസിനസ് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് ഒരു വർഷം അവർ ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണ്? അവർ എത്ര തുകയാണോ ഇൻവെസ്റ്റ് ചെയ്ത്, അവർ എത്ര തുകയാണോ നിക്ഷേപിച്ചേക്കുന്നത്, ആ ഒരു റേഷ്യോയില് നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്തു അല്ലെ. 3 പേരും ഒരു വർഷത്തേക്കാണ് അവിടെ ബിസിനസ് ചെയ്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ A എത്ര രൂപ ഇട്ടു, ഇൻവെസ്റ്റ് ചെയ്തു, ഈസ് ടു ഇൻവെസ്റ്റ്മെന്റ് ഓഫ് B ഈസ് ടു ഇൻവെസ്റ്റ്മെന്റ് ഓഫ് C അല്ലെ. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഡിസ്കൗണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ പറഞ്ഞ എന്തായിരുന്നു, ഒരു വർഷമാണ് 3 പേരും ചെയ്തതെന്ന്. ഇനി അത് വ്യത്യസ്തമാണ്. ഇപ്പൊ ഒരു വർഷം ഒരു ബിസിനസ് ചെയ്തെങ്കിലും Aയും Bയും Cയും ഓരോരുത്തരും വ്യത്യസ്ത മാസങ്ങളിലാണ് അല്ലെങ്കിൽ കുറച്ച് നാളുകളാണ് 3 പേരും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ടൈമിനും അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ. ഇപ്പൊ A എന്ന് പറഞ്ഞപ്പോൾ ഒരു 1 lakh rupees ഇട്ടു, 4 മാസത്തേക്കായിരിക്കും. ദെൻ B എന്ന് പറഞ്ഞ ഒരാൾ 2 lakh rupees ഇട്ടു, അത് 6 മാസത്തേക്ക് ഇട്ടു. C എന്ന് പറഞ്ഞ ഒരാൾ 3 lakh ഇട്ടു, അയാൾ ആ ഒരു വർഷം മൊത്തവും ഉണ്ടായിരുന്നു അല്ലെ. അങ്ങനെ പറയുവാണെങ്കിൽ ആ ടൈമിനും കൂടെ അവിടെ എന്താണ് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്, ടൈമും കൂടെ ഉണ്ടെങ്കിൽ, ടൈം ഡിഫറെന്റ് ആണെങ്കിൽ നമ്മളവിടെ ടൈമും കൂടെ കൊടുക്കുക. ടൈം ഓഫ് എ, ഇവിടെ ടൈം ഓഫ് ബി, ടൈം ഓഫ് സി. ഇതാണ് ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷനേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് അല്ലെ. എന്താണ് പ്രോഫിറ്റിന്റെ റേഷ്യോ എന്നാൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് എ ഇൻറ്റു ടൈം ഓഫ് എ ഈസ് ടു ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ബി ഇൻറ്റു ടൈം ഓഫ് ബി ഈസ് ടു ഇൻവെസ്റ്റ്മെന്റ് ഓഫ് സി ഇൻറ്റു ടൈം ഓഫ് സി. 3 പേരൊന്നും 2 പേരെ ഉള്ളെങ്കിൽ 2 എടുക്കുക, 3 പേരാണെങ്കിൽ 3 എണ്ണം എടുക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, X, Y and Z invested rupees 4,000, rupees 6,000 and rupees 8,000 respectively in a business. They invested the money for 3, 2 and 4 years respectively. If the total profit is rupees 56,000, then what is the share of Y in the profit? X, Y, Z എന്നിവർ ഒരു ബിസിനസ്സിൽ യഥാക്രമം 4,000 രൂപ, 6,000 രൂപ, 8,000 രൂപ നിക്ഷേപിച്ചു. അവർ ആ പണം യഥാക്രമം 3, 2, 4 വർഷത്തേക്കാണ് നിക്ഷേപിച്ചു. ആകെ ലാഭം എത്രയാണ്? 56,000 rupees ആണെങ്കിൽ ലാഭത്തിൽ വൈയുടെ പങ്ക് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് അല്ലെ, മൊത്തം പ്രോഫിറ്റ് നമുക്ക് അറിയാം, അതില് വൈയുടെ ഷെയർ ആണ് അറിയേണ്ടത്. അപ്പൊ നമുക്ക് എന്താണ്, പ്രോഫിറ്റ് ഓഫ് എക്സ് ഈസ് ടു പ്രോഫിറ്റ് ഓഫ് വൈ ഈസ് ടു പ്രോഫിറ്റ് ഓഫ് ഇസഡ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, റേഷ്യോ പഠിച്ചവർക്ക് അറിയാം അല്ലെ, റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ അറിയാമെങ്കിൽ എക്സിന്റെയോ വൈന്റെയോ ഇസഡിന്റെയോ ആരുടെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. ക്ലിയർ അല്ലേ? സോ പ്രോഫിറ്റിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെന്റിനെയും ടൈമിനെയും. ഈസ് ടു ഇൻവെസ്റ്റ്മെന്റ് ഓഫ് വൈ ഓഫ് ടൈം ഓഫ് വൈ ഈസ് ടു ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഇസഡ് ഇൻറ്റു ടൈം ഓഫ് ഇസഡ്. ഓക്കെ, അപ്പൊ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ എന്താ, 4,000, 6,000, 8,000. സീറോസ് ഒക്കെ കോമൺ ആയിട്ടാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ കട്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാണ്. ഇവിടെ സീറോസ് കട്ട് ചെയ്ത്, ഇവിടെയും സീറോസ് കട്ട് ചെയ്തപ്പോ 4, 6, 8 അല്ലെ. സോ ഇൻവെസ്റ്റ്മെന്റ് 1 4, ഇവിടെ 6, ഇവിടെ 8. ക്ലിയർ അല്ലേ? പ്രോഫിറ്റ് ഓഫ് എക്സ് ഈസ് ടു പ്രോഫിറ്റ് ഓഫ് വൈ ഈസ് ടു പ്രോഫിറ്റ് ഓഫ് ഇസഡ്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് എന്താ, ഇവിടെ നമുക്ക് എക്സിന്റെ എഴുതണം, ഇത് നമുക്ക് വൈയുടെ എഴുതാം, ഇവിടെ നമുക്ക് ഇസഡ് എഴുതാം. ഓക്കെ, സോ എക്സിന്റെ എന്താണ് 4,000. നിങ്ങൾക്ക് 4 എന്നോ 6 എന്നോ 8 എന്നോ അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇനി അത് 4,000 എന്നാണെങ്കിൽ അങ്ങനെ എഴുതിയിട്ട് കട്ട് ചെയ്യുന്നെങ്കിൽ കട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അത് കുറച്ചൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെ നമ്മൾ ആ സീറോസ് റേഷ്യോ എടുക്കുന്നത് കൊണ്ട് ഇവിടെ നമുക്ക് സീറോസ് കട്ട് ചെയ്ത് കളയാം എന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് കട്ട് ചെയ്താൽ 4, ഇവിടെ 6, ഇവിടെ 8. ഇനി അതിന്റെ ടൈം കൊടുത്തേ, അവരുടെ എങ്ങനെ ടൈം തന്നേക്കുന്നത്, ഫസ്റ്റ് എക്സിന്റെ 3, രണ്ടാമത്തത് 2, മൂന്നാമത്തത് 4 അല്ലെ. സോ ഇവിടെ ഇൻറ്റു ഫസ്റ്റ് ആളുടെ 3 ഇസ് ടു ഇൻറ്റു 2 ഇസ് ടു ഇൻറ്റു 4.
ഓക്കെ, നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്ത് റേഷ്യോ എടുക്കാം. റേഷ്യോ എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് ഫോമിൽ വേണം നമ്മൾ പറയുന്നത് അല്ലേ. സോ കോമൺ ഉള്ളത് ഇപ്പോഴേ കട്ട് ചെയ്താൽ അത്രയും മൾട്ടിപ്ലൈ ചെയ്യണ്ട അല്ലേ. 3 എണ്ണം ഉണ്ട് അല്ലെ, 3 കോമൺ ഉള്ളത് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, നോക്കിയേ, ഇവിടെ 4, ഇവിടെ 4, പക്ഷെ ഇവിടെ 4 എന്ന് പറഞ്ഞാൽ ഇവിടെ 2ഉം ഇവിടുന്ന് ഒരു 2 എടുത്തിട്ടാ ചെയ്യുന്നത് അല്ലേ. അപ്പൊ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചോണം. ഇപ്പൊ ഞാൻ 2 വെച്ച് കട്ട് ചെയ്തു, ഒരു 2 ഇവിടെ നിന്നുണ്ട്, ഇവിടുന്ന് ഒരു 2 കട്ട് ചെയ്ത് ഇവിടെ ഒരു 2 വന്നു, ഇവിടെ ഒരു 2 കട്ട് ചെയ്ത് ഇവിടെ 2 വന്നു. ഇനിയും കോമൺ ഉണ്ടോ? യെസ്, 2 വെച്ച് വീണ്ടും കട്ട് ചെയ്യാം അല്ലെ. ഒരു 2 കട്ട് ചെയ്തു, ഇവിടെ എന്ത് വന്നു? 3 വന്നു, ഇവിടെ ഈ 2 കട്ട് ചെയ്തു. ഇനി ബാക്കി എന്താണ്? ഇവിടെ ബാക്കി 3, 8. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഇവിടുന്ന് ഇത് കട്ട് ചെയ്യാൻ പറ്റില്ല. 3 രണ്ടിടത്തുണ്ട്, പക്ഷെ ഇവിടെ ഇല്ല അല്ലെ. സോ നമ്മുടെ റേഷ്യോ എന്ത് വന്നു? 3:8. ഓക്കെ, ഇനി എന്താ? ടോട്ടൽ എടുക്കുക. അതായത് നമ്മളുടെ എക്സിന്റെയും പ്രോഫിറ്റ് ഓഫ് എക്സ് ഈസ് ടു പ്രോഫിറ്റ് ഓഫ് വൈ ഈസ് ടു പ്രോഫിറ്റ് ഓഫ് ഇസഡ് നമുക്ക് 3:8 എന്ന് വന്നു. സോ ടോട്ടൽ 3+ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, 3x ആണ് ഒരാളുടേത്, വൈയുടേത് 3x ആണ്, ഇയാളുടെ 8x ആണ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ് നമ്മളുടെ എന്ത്? 56,000. ക്ലിയർ അല്ലേ? സോ 3x plus 3x 6x, 6x plus 8, 14x will be equal to 56,000. So x will be equal to 56,000 by 14. ഇപ്പൊ എന്തോരും? 4. 14 into 4 ആണ് 56. സോ 4,000 എന്ന് വന്നു. എക്സിന്റെ വാല്യൂ ആണ് 4,000. ഇനി ചോദ്യം എന്താണ്? വൈയുടെ ഷെയർ. വൈയുടെ ഷെയർ എത്ര? വൈ എന്ന് പറഞ്ഞാൽ 3x ആണ് അല്ലെ. വൈയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ 3x ആണ്. That is 3 into 4,000. ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ ബി 12,000. ഓക്കെ, ഇപ്പൊ റേഷ്യോ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു എക്സ് വെച്ച് ചെയ്യണം എന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് സ്പീഡ് ചെയ്യാം. എങ്ങനെയാണ്? 3:3:8 അല്ലെ. ഇതാണ് എക്സ്, ഇതാണ് വൈ, ഇതാണ് ഇസഡ്. ഇതിൽ ടോട്ടൽ എടുക്കുക. എത്ര? 14. ആ 14 ആണ് 56,000 എന്ന് പറയുന്നത്. എങ്കിൽ 3 എങ്ങനെ മാറുന്നു? 14 into 4 ചെയ്യുമ്പോഴാണ് 56 വരുന്നത്. സോ പിന്നെ ഒരു 3 0 കൊണ്ട് ഇടണം, 4,000. അപ്പൊ ഈ 3a ഇവിടെ 4,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ ആയി. ക്ലിയർ ആണോ? ഇത് രണ്ട് രീതി നമുക്ക് ഇങ്ങനെ ചെയ്യാം. എക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, എക്സ് ഇല്ലാതെ കുറച്ച് സ്പീഡ് ചെയ്യാനായിട്ടുള്ള മെത്തേഡാണ് ഇത്. ക്ലിയർ അല്ലേ? Next question. The ratio of investment of A to that of B in a business is 14:50. And the ratio of their respective profits at the end of a year is 2:5. If A invested the money for 3 months, then for how much time B invested his money? എന്താണ്? എയും ബിയും ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്, അതായത് നിക്ഷേപിച്ചേക്കുന്നതിന്റെ റേഷ്യോയാണ് 14:15. ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ. ആൻഡ് റേഷ്യോ ഓഫ് ദർ പ്രോഫിറ്റിന്റെ റേഷ്യോ ആണ് 2:5. ഇനി എ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 3 മന്ത്സിലേക്കും ബി ഇൻവെസ്റ്റ് ചെയ്യുന്നത് എത്ര നാളത്തേക്കും ആണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം പ്രോഫിറ്റ് ഓഫ് എ ഈസ് ടു പ്രോഫിറ്റ് ഓഫ് ബി എന്ന് വെച്ചാൽ എന്താ? ഇൻവെസ്റ്റ്മെന്റ് ഓഫ് എ ഇൻറ്റു ടൈം ഓഫ് എ ഈസ് ടു ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ബി ഇൻറ്റു ടൈം ഓഫ് ബി ആണ് അല്ലെ. പ്രോഫിറ്റിന്റെ റേഷ്യോ തന്നേക്കുന്ന എത്ര? 2:5. സോ പ്രോഫിറ്റിന്റെ റേഷ്യോ 2:5 ഈക്വൽ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ എന്താ തന്നേക്കുന്നത്? 14:15 അല്ലെ. അതായത് ഇവിടെ 14ഉം ഇവിടെ 15ഉം. ഇനി ടൈം പറഞ്ഞേക്കുന്നത് എങ്ങനെയാ? ഇത് എ ആണ്, ഇത് ബി ആണ്. എയുടെ ടൈം പറഞ്ഞേക്കുന്നത് എ 3 മന്ത്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തത്. സോ ടൈം ഇൻറ്റു 3. ഇവിടോ അത് നമുക്ക് അറിയത്തില്ല, ലെറ്റ് ഇറ്റ് ബി എക്സ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇപ്പൊ ഇങ്ങനെയാ വന്നിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എ ഈസ് ടു ബി ഈക്വൽ ടു സി ഈസ് ടു ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തെങ്കിലും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ. എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി എന്ന അർത്ഥം. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സോൾവ് ചെയ്യാം. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് 2:5 ഈക്വൽ ടു 14 into 3 by 15 into x. Cross multiply ചെയ്ത് സോൾവ് ചെയ്താൽ പോരായോ? It is 2 into 15 into x will be equal to 5 into 14 into 3. That is x will be equal to 5 into 14 into 3 by 2 into 50. കട്ട് ചെയ്തേ. 2 ഇവിടെ കട്ട് ചെയ്താൽ ഇവിടെ 40 7 ആയി.
ഇവിടെ 5 ഇവിടെ കട്ട് ചെയ്താൽ 3 ആയി. ഈ 3യും 3യും കട്ട് ചെയ്തു. ബാക്കി എന്തോന്നു 7 വന്നു. സോ x ഈക്വൽ ടു 7 months. മന്ത്സിലല്ലേ നമ്മൾ ഈ 3 ഇട്ടേക്കുന്നത്. അപ്പൊ ഇവിടെയും മന്ത്സ് തന്നെ. ഒരേ യൂണിറ്റിൽ ഇവിടെ ഇയർ ആണെങ്കിൽ അവിടെ ഇയർ, ഇവിടെ മന്ത്സ് ആണെങ്കിൽ അവിടെ മന്ത്സ്. ഓക്കെ, അപ്പൊ എന്ത് വന്നു ആൻസർ? 7 months. സോ ഓപ്ഷൻ എ months. 7. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Kapil start some business with rupees 50,000. After 3 months, Monu joins him with rupees 70,000. At the end of the year, in what ratio should they share the profit? അപ്പൊ എന്താ, കപിൽ ഒരു 50,000 rupees വെച്ചൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 3 months ആഫ്റ്റർ, അതായത് 3 മാസം കഴിഞ്ഞപ്പം ആര് വന്നു? മോനു ജോയിൻ ചെയ്തു വിത്ത് 70,000 rupees. Then at the end of the year, അതായത് അവർ ബിസിനസ് ഒരു വർഷം ചെയ്തിട്ട് കിട്ടിയ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യാൻ പോകും. ഒരു വർഷം കഴിഞ്ഞപ്പം ഏത് റേഷ്യോയിലാണ് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്? ക്ലിയർ ആണോ? അപ്പൊ 2 പേരാണുള്ളത്, പ്രോഫിറ്റ് ഓഫ് കപിലും അതേപോലെ തന്നെ പ്രോഫിറ്റ് ഓഫ് മോനും അല്ലെ. അപ്പൊ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് കപിൽ ഇൻറ്റു ടൈം ഓഫ് കപിൽ ഇസ് ടു ഇൻവെസ്റ്റ്മെന്റ് ഓഫ് മോനു ടൈം ഓഫ് മോനു. ഓക്കെ, അപ്പൊ എങ്ങനാ ഇൻവെസ്റ്റ്മെന്റ്? എങ്ങനാ? കപിൽ എത്ര ഇട്ടത്? 50,000. എത്ര നാളിട്ടു? അത് നമ്മൾ നോക്കേണ്ടത്. കപിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇനി അവിടെ കപിൽ പോയെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. 1 വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ 1 വർഷവും കപിൽ അവിടെ ബിസിനസ് ചെയ്തു. മോനു എപ്പോഴാണ് ജോയിൻ ചെയ്തത്? 3 മാസം കഴിഞ്ഞിട്ടാണ് മോനു ജോയിൻ ചെയ്തത് അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ വിചാരിക്കുക, ജാനുവരിയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, കപിൽ അപ്പോൾ തൊട്ട് ബിസിനസ് തുടങ്ങി. ദെൻ 3 മാസം കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്നു. അപ്പം എത്ര നാൾ, അതായത് ആ ഒരു ഡിസംബർ ആകുമ്പോൾ അവര് ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് അവസാനിപ്പിക്കുകയോ ആ ഒരു ഡിസംബർ ആയപ്പോൾ അവർക്ക് കിട്ടിയ പ്രോഫിറ്റ് അവർ ഷെയർ ചെയ്യുവാണ്. അപ്പൊ കപിൽ ആ ഒരു 12 മാസവും ഉണ്ടായിരുന്നു അല്ലെ. ഇവിടെ മന്ത്സ് എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ആ 1 ഇയറിനെ മന്ത്സിൽ പറഞ്ഞു. അപ്പൊ 12 മാസം. മോനു ആണെങ്കിലോ ആദ്യത്തെ 3 മാസം ഇല്ല, പിന്നീടുള്ള 9 മാസങ്ങളിലാണ് മോനു ഉള്ളത്. അപ്പൊ മോനു ബിസിനസ് ചെയ്ത എത്ര മാസം? 9 മാസം. കപിലാണെങ്കിലോ 12 മാസവും അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ കപില് 12 മാസവും ചെയ്തു. ഇനി മോനു 9 മാസം. ഇനി മോനു വരുന്ന എമൗണ്ട് എത്രയാണ്? 70,000 അല്ലെ. ദാറ്റ് ഈസ് 70,000 into 9 months. ക്ലിയർ അല്ലേ? ഇനി റേഷ്യോ എടുത്താൽ പോരായോ? ഇപ്പൊ നമുക്ക് സീറോസ് അല്ലേ. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞത്, നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സീറോസ് കട്ട് ചെയ്താൽ അത്രയും ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പൊ ഇവിടെ കണ്ടേ, നിങ്ങൾ നോക്കുക 50,000 70,000. അപ്പൊ റേഷ്യോ 5:7 എന്ന് എടുത്താൽ മതി ഇൻവെസ്റ്റ്മെന്റിന്റെ. ഓക്കെ, അപ്പൊ 5 എന്നും 7 എന്നും ഇട്ടുപോയാൽ മതി. ശ്രദ്ധിക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ 76,000 എന്നും 7,600 എന്നും 8,000 എന്നും ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അങ്ങ് സീറോ കട്ട് ചെയ്യരുത്. അപ്പൊ എന്താ 76ഉം 80 അങ്ങനെ വേണം എടുക്കാൻ. അങ്ങനെ വരുമ്പോ ഉള്ള കാര്യം ശ്രദ്ധിച്ചാൽ മതി. അല്ലാത്തപ്പോ നല്ലത് നോക്കുക. അപ്പൊ 5 എന്നും 7 എന്നും എടുത്താൽ മതി അല്ലെ. സോ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തൊരു 5 into 12 is to 7 into 9 ഇതാണ് വന്നത്. ഇനി കോമൺ ഉണ്ടല്ലോ, കട്ട് ചെയ്യാം. അതാണ്ട് 3 വെച്ച് കട്ട് ചെയ്താൽ എന്തോ ഇവിടെ 3 ആയി, ഇവിടെ 4 ആയി അല്ലെ. ഇനി കോമൺ ഒന്നും ഇല്ലല്ലോ. സോ 5 into 4 20 is to 7 into 3 21. അപ്പൊ എന്ത് വരും റേഷ്യോ? 20:21. ഈ റേഷ്യോയിലാണ് ഈ പ്രോഫിറ്റ്, ഇവർക്ക് രണ്ടുപേർക്ക് ഈ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ഡി 20:21. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A started a business with a capital of rupees 54,000 and admitted B and C after 4 months and 6 months respectively. At the end of the year, the profit was divided in the ratio 1:4:5. What is the difference between capital invested by B and C? A ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു വിത്ത് rupees 54,000. അതിനുശേഷം അവര് ബി എയും സി എയും കൂടെ അതിലേക്ക് ചേർത്തു. എപ്പോഴാണ് ടൈം പറയുന്നത്? ആഫ്റ്റർ 4 months. 4 മാസം കഴിഞ്ഞ് ബി എ ചേർത്തു, 6 മാസം കഴിഞ്ഞ് സി എ ചേർത്തു. അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ, അതായത് 1 വർഷം അവർ ബിസിനസ് ചെയ്തു. അതിനുശേഷം അവരെ പ്രോഫിറ്റ് എന്ത് ചെയ്തു? 1:4:5 എന്നുള്ള റേഷ്യോയില് ഡിവൈഡ് ചെയ്തു. എങ്കിൽ ബിയുടെയും സിയുടെയും ക്യാപിറ്റൽ, അതായത് അവർ എത്ര രൂപ നിക്ഷേപിച്ചോ അതിന്റെ ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യണം? 3 പേരുടെയും ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കുക. ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാം. കാരണം ഒരാളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ റേഷ്യോ പ്രൊപ്പോർഷനിലൊക്കെ പഠിച്ചിട്ടുള്ള ആ ഒരു റേഷ്യോയുടെ കൺസെപ്റ്റ് തന്നെയാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ ഒരാളുടെ റേഷ്യോ ഇന്നതാണെങ്കിൽ മറ്റേ 2 പേരുടെയും ഇൻവെസ്റ്റ്മെന്റിന്റെ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ അല്ലെ. സോ അപ്പൊ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാവുന്ന എന്താണ്? പ്രോഫിറ്റിന്റെ റേഷ്യോ അല്ലെ. പ്രോഫിറ്റ് ഓഫ് എ ഈസ് ടു പ്രോഫിറ്റ് ഓഫ് ബി ഈസ് ടു പ്രോഫിറ്റ് ഓഫ് സി എന്ന് പറഞ്ഞാൽ
ഇൻവെസ്റ്റ്മെന്റ് ഓഫ് എ ഇൻറ്റു ടൈം ഓഫ് എ ഈസ് ടു ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ബി ഇൻറ്റു ടൈം ഓഫ് ബി ഈസ് ടു ഇൻവെസ്റ്റ്മെന്റ് ഓഫ് സി ഇൻറ്റു ടൈം ഓഫ് സി. പ്രോഫിറ്റിന്റെ റേഷ്യോ എത്രയാണ്? 1:4:5 എന്ന് പറയുന്നത് എന്താ? ഇൻവെസ്റ്റ്മെന്റ്. അത് നമുക്ക് അറിയത്തില്ല, അപ്പൊ ഒരാളുടെ നമുക്ക് അറിയത്തുള്ളൂ. സോ റേഷ്യോ എന്ന് എഴുതേണ്ട, ആ ഒരു ടേമിലും കൊടുത്താൽ മതി. ഇൻവെസ്റ്റ്മെന്റ് ഓഫ് എ, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ബി, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് സി. ഇനി ടൈം എങ്ങനെയാ? എ ആണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, 1 വർഷം കഴിയുന്നപ്പോഴാണ് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ എന്താ? എ 12 മാസം ആ 1 വർഷം മൊത്തത്തില് ഉണ്ടായിരുന്നു. സോ 12 മാസം. ഇനി ബിയോ 4 മാസത്തിന് ശേഷമാണ് ജോയിൻ ചെയ്തത്. 4 എടുത്തിട്ടത് 4 മാസം കഴിഞ്ഞ് ജോയിൻ ചെയ്തു. അപ്പൊ ആ 1 വർഷത്തിൽ ഇനി ബാക്കി എത്ര ഉണ്ട്? 8 മാസം ഉണ്ട്. ആ 8 മാസമാണ് ബി ചെയ്തത്. സിയോ 6 മാസത്തിന് ശേഷം വന്നു, ഇനിയും ഒരു 6 മാസവും കൂടെ ഉണ്ട്. സോ ഇൻറ്റു 6. ക്ലിയർ ആണോ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ ഇടണം. ഓക്കെ, ഒന്നുമില്ല, ഇവിടെ റേഷ്യോ ഇത് ഇങ്ങനെ തുല്യമാണെന്ന് വെച്ചാൽ എന്താ? ഈ ടേം എന്തിന് തുല്യമാണ്? 1ന് തുല്യമാണ് അല്ലെ? അതായത് IA ഇൻറ്റു 12 എന്ന് പറയുന്നത് 1ന് തുല്യ. അപ്പൊ IA എന്ന് പറഞ്ഞാൽ എന്താ? 1/12. അതേപോലെ 4 എന്തിന് തുല്യമാണ്? IB ഇൻറ്റു 8ന് തുല്യം. അപ്പൊ IB എന്ന് പറഞ്ഞാൽ എന്താ? 4/8 അല്ലെ? അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് എന്ത് വരും? 1/12 ഈസ് ടു 4/8 ഈസ് ടു 5/6. അതാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ. ഇൻവെസ്റ്റ്മെന്റ് ഓഫ് എ ഈസ് ടു ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ബി ഈസ് ടു ഇൻവെസ്റ്റ്മെന്റ് ഓഫ് സി. ക്ലിയർ അല്ലേ? നീ ഇവിടെ കട്ട് ചെയ്യാൻ പറ്റില്ല, ഇത് 1/2 എന്നായി അല്ലെ? സോ റേഷ്യോ എന്താ? 1/12 ഈസ് ടു 1/2 ഈസ് ടു 5/6. ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ നമുക്ക് കിട്ടി. പക്ഷെ അത് ഫ്രാക്ഷനിലാണ് കിടക്കുന്നത് അല്ലെ? അപ്പൊ ഫ്രാക്ഷൻ മാറ്റുക. അപ്പൊ ഈ ഒരു കാര്യമൊക്കെ ഇവിടെ നിന്നല്ല, എവിടെ ആണെങ്കിലും ക്വസ്റ്റ്യനിൽ ചില സമയത്ത് ഫ്രാക്ഷൻ റേഷ്യോ ഫ്രാക്ഷനിൽ തരും. അപ്പൊ നമ്മൾ എന്തിനാ? ഫ്രാക്ഷൻ മാറ്റുക അല്ലെ? ഫ്രാക്ഷൻ മാറ്റാൻ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിനെ സെയിം ആക്കണം. ഇവിടെ 12, 2, 6 എങ്ങനെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ? 12ലോട്ട് മാറ്റിയാൽ പോരായോ? 6നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് 12 ആവും. 2വിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 ആവും അല്ലെ? സോ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്റർ സെയിം ആക്കാം. അപ്പൊ സോൾവ് ചെയ്തേ. ഇത് 1/12 ഈസ് ടു ഇവിടെ എന്ത് ചെയ്യണം? ഇൻറ്റു 6/6. അപ്പൊ 6/12 ആയി ഈസ് ടു ഇവിടെ ഇൻറ്റു 2/2, അതായത് 10/12 ആയി. അപ്പൊ നമ്മുടെ റേഷ്യോ എന്ത് വന്നു? 1:6:10 എന്ന് കിട്ടി ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ. ക്ലിയർ അല്ലേ? അപ്പൊ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബിയുടെയും സിയുടെയും ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കാം, അതിന്റെ ഡിഫറൻസും എടുക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ, ഞാനിതൊന്ന് ഡിലീറ്റ് ചെയ്യുവാണ്. നോക്കിയേ, 1:6:10 എന്ന് കിട്ടി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ. അതായത് എയുടേത്, ഇത് ബിയുടേത്, സിയുടേത്. ഇനി നിങ്ങൾക്ക് എക്സ് വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതായത് 1x ആണ് എയുടേത്, ബിയുടേത് 6x ആണ്, ഇത് 10x ആണ്. ഇതിൽ 1x എന്ന് പറയുന്നതാണ് തന്നേക്കുന്ന 54,000. അങ്ങനെ നമുക്ക് എക്സിന്റെ വാല്യൂ 54,000 എന്ന് കിട്ടും. ദെൻ ഇവരുടെ ഡിഫറൻസ് അല്ലെ? ബിയുടെയും സിയുടെയും ഡിഫറൻസ് വേണ്ടത്. ബി കണ്ടുപിടിക്കാം, സി കണ്ടുപിടിക്കാം, മൈനസ് ചെയ്യാം. അതിന് പകരം നമുക്ക് ഇങ്ങനെയും ചെയ്യാം. 10x മൈനസ് 6x 4x. 4 × 54,000. ക്ലിയർ അല്ലേ? എക്സ് ഒന്നും എഴുതാതെ നമുക്ക് പെട്ടെന്ന് പറയാം 1 ആണ് 54,000 എങ്കിൽ ഇത് ബി സി ഡിഫറൻസ് എത്രയാണ്? 4. നമുക്ക് ക്വസ്റ്റ്യനിൽ വേണ്ടത് ഡിഫറൻസ് അല്ലേ? ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ ബി ആൻഡ് സി. സോ 4 അങ്ങനെ മാറുന്നു ഇൻറ്റു 54,000. 16. ക്ലിയർ അല്ലേ? 2,16,000. ഓപ്ഷൻ സി 2,16,000 റുപ്പീസ് ആണ് ബിയുടെയും സിയുടെയും ഇൻവെസ്റ്റ്മെന്റിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Nikhil and Neha invested capital in the ratio of 5:4. The time Neha invested her money was 1 year more than that invested by Nikhil. The ratio of their profit is in the ratio 6:5. Find the time Neha invested the money. അപ്പൊ എന്താണ്? നിഖിലും നേഹയും ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ റേഷ്യോ എന്താണ്? 5:4 എന്നുള്ള റേഷ്യോയിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. Then the time Neha invested her money for 1 year മോർ ദാൻ, അതായത് നേഹ എത്ര സമയം അല്ലെങ്കിൽ എത്ര നാൾ ഇട്ടു എന്ന് ചോദിച്ചാൽ അത് നിഖിൽ ഇട്ടേനെക്കാട്ടിലും 1 വർഷം കൂടുതൽ ഇട്ടു. ഓക്കെ, അപ്പൊ നിഖിൽ എക്സ് ഇയേഴ്സ് ആണ് ഇട്ടതെങ്കിൽ നേഹ എന്ന് പറഞ്ഞാൽ x+1 ഇയർ ആണ് ഇട്ടത്. അവരുടെ പ്രോഫിറ്റിന്റെ റേഷ്യോ 6:5 എങ്കിൽ ആ ടൈം ആരുടെ കണ്ടുപിടിക്കേണ്ടത്? നേഹയുടെ ടൈം x+1 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, സോ അപ്പൊ പ്രോഫിറ്റ് ഓഫ് നിഖിൽ
ഈസ് ടു പ്രോഫിറ്റ് ഓഫ് നേഹ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് നിഖിൽ ടൈം ഓഫ് നിഖിൽ ഈസ് ടു ഇൻവെസ്റ്റ്മെന്റ് ഓഫ് നേഹ ടൈം ഓഫ് നേഹ. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ എത്രയാണ്? 5:4. സോ ഇത് 5, ഇത് 4. ഇനി ടൈം എന്താണ്? നിഖിലിന്റെ ടൈം എക്സ്, നേഹയുടെ ടൈം x+1. ഓക്കെ, പ്രോഫിറ്റിന്റെ റേഷ്യോ എന്താണ്? 6:5. നമ്മൾ നേരത്തെ ചെയ്തതിന്റെ കൂട്ട് എന്താണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യുക. ഓക്കെ, 6/5 ഈക്വൽ ടു 5x/4 into x+1. അപ്പൊ 4x+4. ക്ലിയർ അല്ലേ? സോൾവ് ചെയ്തേ. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 6 24x + 24 ഈക്വൽ ടു 25x. ദാറ്റ് ഈസ് x വിൽ ബി ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 24 എന്ന് വരും അല്ലെ? എക്സിന്റെ വാല്യൂ എന്തോന്ന്? 24 എന്ന് വന്നു. ശ്രദ്ധിച്ചോണം, പെട്ടെന്ന് കയറി 24 മാർക്ക് ചെയ്യരുത്. ചോദ്യം എന്താണ്? നമ്മളിപ്പോ കണ്ടുപിടിച്ചത് നിഖിലിന്റെ സമയമാണ് 24 years എന്ന് കണ്ടുപിടിച്ചത്. ഇനി ചോദിക്കുന്നതോ നേഹയുടെയാണ്. നേഹ എന്ന് പറഞ്ഞാൽ x+1 ആണ്. നിഖിലിനെക്കാട്ടി 1 വർഷം കൂടുതൽ. ദാറ്റ് ഈസ് നേഹയുടേത് 25 years. സോ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എക്സ് എന്നല്ല, ഇത് തെറ്റാതിരിക്കാനുള്ള വഴി കണ്ടുപിടിക്കാനുള്ളതിന് തന്നെ എക്സ് കൊടുക്കാന്നുള്ളത്. അപ്പൊ ഇതിന് എക്സ് എന്ന് കൊടുത്താൽ മറ്റേതിന് x-1 എന്ന് കൊടുത്ത് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ പെട്ടെന്ന് തെറ്റത്തില്ല. ശ്രദ്ധിച്ചോണം, എപ്പോഴും നമ്മൾ എക്സ് ഇട്ട് കൊടുത്ത് ഫൈനൽ ഉത്തരം എത്തുമ്പം ആ എക്സ് തന്നെയാണോ ചോദ്യമെന്ന് ക്ലിയർ ആയിരിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്ത പാർട്ട്ണർഷിപ്പിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ അത് മനസ്സിലെങ്കിൽ ഇതേപോലെയുള്ള കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. അപ്പൊ ഏതൊരു എക്സാമും ക്രാക്ക് ചെയ്യാനുള്ള വഴി, അല്ലെങ്കിൽ ഒരു മാത്സിനെ ഞാൻ എടുത്തു പറയുവാണ്, നമുക്ക് മാത്സ് മാർക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക അല്ലെ? മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യാൻ പറ്റൂ അല്ലെ? അപ്പം അത് നിങ്ങൾ മറക്കരുത്. അപ്പൊ ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാലും അതിന്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമ്മളുടെ RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഡേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, November 17 ആണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പൊ നിങ്ങളെ കൃത്യമായിട്ട് സിലബസിലുള്ള എല്ലാ ടോപ്പിക്കുകളും പഠിപ്പിക്കുകയും അതിലുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് തന്നെ ആയിരിക്കും നമ്മൾ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഓരോ ടോപ്പിക്ക് മനസ്സിലാക്കാനും കൂടുതൽ എന്താണ് ആ ഒരു ഓരോ അതിനകത്ത് ഏതൊക്കെ ഓരോ ടൈപ്പുകളുണ്ട് അല്ലെ? ഓരോ ടോപ്പിക് എടുത്താൽ അതിൽ ഇഷ്ടംപോലെ ടൈപ്സ് പ്രോബ്ലങ്ങൾ കാണും. അപ്പൊ അതെല്ലാം മനസ്സിലാക്കി ചെയ്യാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഡെയിലി ടോപ്പിക് ബേസ്ഡ് എക്സാംസും വീക്ക്ലി എക്സാംസും മെന്റർഷിപ്പ് പ്രോഗ്രാമും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്ന് ചെയ്ത ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.